ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പക്കോട ഉണ്ടാക്കിയാലോ. അതുമാത്രമല്ല, നോയമ്പിനും തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവം കൂടിയാണിത്. അതിനായി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ 3 സവാള ചെറിയ രീതി അരിഞ്ഞതും, ഒരു പിടി മല്ലിച്ചെപ്പും, കുറച്ച് കറിവേപ്പിലയും, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, വെളുത്തുള്ളി ചെറിയ രീതി അരിഞ്ഞതും, 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് റൈസ് പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ കായപ്പൊടി, സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നമ്മുടെ സവാളയും മല്ലിച്ചീരയും എല്ലാ പൊടികളെല്ലാം കൂടെ നന്നായി മിക്സ് ആകട്ടെ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. പിന്നെ അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവം വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഈ ബാറ്റർ ചെയ്തെടുക്കാം. ഇതേപോലെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഓരോ ഉരുള വീതം ഈ ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നമ്മളെല്ലാം പക്കോട ആയെന്ന് തോന്നുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കണം, ഇല്ലെങ്കിൽ വേവത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി സിമ്മിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. 2 സൈഡും തിരിച്ചും മറിച്ച് നമുക്ക് പക്കോട റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം നമ്മുടെ പക്കോടയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ പക്കോടയും നമുക്ക് ആ ചൂടായ എണ്ണയിൽ നിന്ന് കോരി അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെയാണെങ്കിലും റംസാന് തയ്യാറാക്കാൻ പറ്റിയ വിഭവം കൂടിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.